എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ BNSൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തു. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് നോക്കാം. അപ്പോൾ നേരം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവ് പാലിച്ച് ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കുന്ന പട്ടാളക്കാരൻ കുറ്റക്കാരനല്ലെന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ്? BNSൻ്റെ ഏത് സെക്ഷനിലാണ് മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവ് പാലിച്ച് ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കുന്ന പട്ടാളക്കാരൻ കുറ്റക്കാരനല്ലെന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ്? ഏത് സെക്ഷനിലാണ്? ഓപ്ഷൻ സി അല്ലേ, സെക്ഷൻ 14 അല്ലേ? സെക്ഷൻ 14 എന്താണ് പറയുന്നത്? സെക്ഷൻ 14 പറയുന്നത് ഒരു വ്യക്തി നിയമപ്രകാരം ബന്ധിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അബദ്ധവശാൽ ചെയ്യുന്ന പ്രവൃത്തി കുറ്റമാകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കോടതി വിധിയോ ഉത്തരവോ നിലവിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തി കുറ്റകൃത്യമല്ല. കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് അറിയുമ്പോഴും അതനുസരിച്ച് പ്രവർത്തിച്ചാൽ സംരക്ഷണം ലഭിക്കും. ഓപ്ഷൻസ്: എ മാത്രം ശരി, 2 മാത്രം ശരി, 1 2 ശരി, 1 2 തെറ്റ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? അതായത് 1 മാത്രമാണ് ശരി. അതായത് കോടതി വിധിയോ ഉത്തരവോ നിലവിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തി കുറ്റകൃത്യമല്ല എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ്? ഏത് സെക്ഷനിലാണ് അങ്ങനെ പറയുന്നത്? BNS 2023 സെക്ഷൻ 16. സെക്ഷൻ 16 അതാണല്ലേ പറയുന്നത്. എന്താണ്? കോടതി വിധിയോ ഉത്തരവോ നിലവിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തി കുറ്റകൃത്യമല്ല എന്ന് പറയുന്നത് സെക്ഷൻ 16 BNS സെക്ഷൻ 16 അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാണെന്ന് അറിയാം, എന്നാൽ നമ്മൾ നോക്കണം. എന്താണ്? കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് അറിയുമ്പോഴും അതനുസരിച്ച് പ്രവർത്തിച്ചാൽ സംരക്ഷണം ലഭിക്കും. ലഭിക്കില്ലല്ലോ, അങ്ങനെ സംരക്ഷണം ലഭിക്കില്ല. ഓക്കെ അല്ലേ? അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, തീപിടുത്തം പടരാതിരിക്കാൻ സമീപ വീട് പൊളിച്ചിടുന്നത് ഏത് വകുപ്പിൽ ഉൾപ്പെടുന്നു? BNS 2023 ഏത് വകുപ്പിലാണ് ഇങ്ങനെ ഉൾപ്പെടുന്നത്? അതായത് തീപിടുത്തം പടരാതിരിക്കാൻ സമീപ വീട് പൊളിച്ചിടുന്നത് ഏത് വകുപ്പിലാണ്? ഓപ്ഷൻ സി സെക്ഷൻ 19 ആണ് അല്ലേ? സെക്ഷൻ 19 എന്താ പറയുന്നത്? സെക്ഷൻ 19 പറയുന്നത് എന്താണ്? സെക്ഷൻ 19 എന്ന് പറയുന്നത് വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുറ്റം ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ റാങ്ക് ഫയലും കാര്യങ്ങളൊക്കെ വലിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും വലിയ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമല്ല, കാരണം ചോദ്യം അങ്ങനെ വരില്ല. ചോദ്യം ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും എപ്പോഴും ചോദ്യം വരിക. അപ്പോൾ നമ്മൾ ചെറിയ ഷോർട്ടായിട്ട് പഠിക്കുക, മറക്കാതെ പഠിക്കുക. ഓക്കെ, സെക്ഷൻ ഏതാണ്? മറക്കാതെ പഠിച്ചിരിക്കണം. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 19 എന്താണ്? സെക്ഷൻ 19 വലിയ കുറ്റം അല്ലെങ്കിൽ വലിയ അപകടം തടയാൻ വേണ്ടിയിട്ട് ചെറിയ കുറ്റം ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു നിരയിൽ ഒരു 4 വീടുണ്ട്, 5 വീടുണ്ടെന്ന് വിചാരിക്കും. അതിൽ ഒന്നാമത്തെ വീടിനെ തീ പിടിച്ചു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വീട്ടിലെ താമസക്കാർക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ താമസക്കാർ മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു വീട് പൊളിച്ചു മാറ്റുന്നു. അപ്പോൾ അടുത്തുള്ള വീടിക്ക് തീ പടരില്ല. ഓക്കെ, അതാണ് എക്സാമ്പിൾ. അത്ര ഓർത്താൽ മതി. അപ്പോൾ നമ്മളവിടെ ചെയ്തത് കുറ്റമാണ്. ഒരു നിയമവിരുദ്ധമായ പ്രോസസ് ആണെങ്കിലും അത് കുറ്റകരമായി വരുന്നില്ല. കാരണം മറ്റുള്ള വീട്ടിലെ ജനങ്ങൾക്ക് മരണം ഇല്ലാതാക്കാൻ വേണ്ടി അത് സഹായിച്ചു. അപ്പോൾ അവിടെ അത് കുറ്റമായിട്ട് വരുന്നില്ല. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സെക്ഷൻ 19 വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുറ്റം ചെയ്തു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, 19 സെക്ഷൻ 19. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, സെക്ഷൻ 19 ബാധകമാകുന്നത് ഏത് സാഹചര്യത്തിൽ? ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? 19 മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കാര്യം, ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഓക്കെ, ക്രിമിനൽ ഉദ്ദേശത്തോടു കൂടി ചെയ്ത പ്രവൃത്തി ആണോ? അല്ല. ലാഭം നേടാൻ ചെയ്ത പ്രവൃത്തി ആണോ? അല്ല. മറ്റ് വലിയ ഹാനി തടയാൻ നല്ല ഉദ്ദേശത്തോടെ ചെയ്ത പ്രവൃത്തി അല്ലേ? ഓപ്ഷൻ സി ആണ് ശരിയായത്. സെക്ഷൻ 19 എന്താണ്? വലിയ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുറ്റം നമ്മൾ ചെയ്താലും അത് കുറ്റകരമാകുന്നില്ല. അതാണ് പറയുന്നത് സെക്ഷൻ 19. അഞ്ചാമത്തെ ചോദ്യം, 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്യുന്ന പ്രവൃത്തി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്ത്? ഗുരുതര കുറ്റങ്ങൾക്ക് മാത്രം ശിക്ഷ, മാതാപിതാക്കൾക്ക് ശിക്ഷ, യാതൊന്നും കുറ്റകരമാകുന്നില്ല അല്ലേ? ഇതാണ് അല്ലേ ശരി? ഓപ്ഷൻ സി.
അതായത് 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്ന പ്രവൃത്തി ഒന്നും കുറ്റകരമാകുന്നില്ല എന്നാണ് പറയുന്നത്. ഏതാണ് സെക്ഷൻ 20. സെക്ഷൻ 20ലാണ് എന്ത് പറയുന്നത്? സെക്ഷൻ 20ലാണ് എന്ത് പറയുന്നത്? 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല. സെക്ഷൻ 20 അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ആറാമത്തെ ചോദ്യം നോക്കാം. സെക്ഷൻ 21 പ്രകാരം കുട്ടിയുടെ പ്രവൃത്തി കുറ്റകരമാകാതിരിക്കാനുള്ള പ്രധാന വ്യവസ്ഥ എന്ത്? ഏതാണ്? നിങ്ങൾ ഓപ്ഷൻ വായിക്കുക, എന്നിട്ട് മനസ്സിൽ ഗസ് ചെയ്യുക. ഓപ്ഷൻ സി ബുദ്ധിപക്വത ഇല്ലായ്മ. അല്ലേ? ഓപ്ഷൻ സി ബുദ്ധിപക്വത ഇല്ലായ്മ. സെക്ഷൻ 21 എന്താണ് പറയുന്നത് ആദ്യം അറിയണം. സെക്ഷൻ 21 എന്താണ്? സെക്ഷൻ 21 എന്ന് പറയുന്നത് 7 വയസ്സിനും അതുപോലെ തന്നെ 12 വയസ്സിനും താഴെ പ്രായമുള്ള 7 വയസ്സിനും 12 വയസ്സിനും താഴെ പ്രായമുള്ള കുട്ടി താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം, അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ എന്ത് ഫലം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാനും വേണ്ടത്ര ധാരണയും ഇല്ലാത്ത അല്ലെങ്കിൽ പക്വത വന്നിട്ടില്ലെങ്കിൽ ആ കുട്ടി ചെയ്തതൊന്നും കുറ്റകരമാകുന്നില്ല എന്നാണ് സെക്ഷൻ 21 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ ഓർത്തു വെക്കാം? ഈ സെക്ഷൻ 21 ഓർക്കാനുള്ള ഇതുണ്ട്. സെക്ഷൻ 21 തിരിച്ചിട്ടാൽ എന്താണ്? 12 ആണ് അല്ലേ? ഈ 12 ആണല്ലോ ഇവിടെ വരുന്നത്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. 7 വയസ്സ് മുതൽ 12 വയസ്സിന് താഴെ. ഓക്കെ അല്ലേ? സെക്ഷൻ 20 എന്തായിരുന്നു? സെക്ഷൻ 20 എന്ന് പറഞ്ഞാൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമാകുന്നില്ല. ഏഴാമത്തെ ചോദ്യം നോക്കല്ലേ? ഏഴാമത്തെ ചോദ്യം, സെക്ഷൻ 20 ഏത് പ്രായ വിഭാഗത്തെ കുറിച്ചാണ്? നമ്മൾ പറഞ്ഞു അല്ലേ? സെക്ഷൻ 20 നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കൂ. സെക്ഷൻ 20 ഏത് പ്രായ വിഭാഗത്തെ കുറിച്ചാണ്? ഓപ്ഷൻ എ പറയുന്നത് 5 വയസ്സിന് താഴെ. ഓപ്ഷൻ ബി പറയുന്നത് 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെ. ഓപ്ഷൻ സി പറയുന്നത് 7 വയസ്സിന് താഴെ. ഓപ്ഷൻ ഡി പറയുന്നത് 7 വയസ്സിനും 12 വയസ്സിനും. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ? 7 വയസ്സിന് താഴെയാണ് സെക്ഷൻ 20 പറയുന്നത്. സെക്ഷൻ 20 പറയുന്നത് 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും കുറ്റകരമാകുന്നില്ല. സെക്ഷൻ 21 ഏത്? സെക്ഷൻ 21 7 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ പ്രായം വരുന്ന കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമാകുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു കേസ് ഇങ്ങനെ പഠിക്കണം. അതായത് ആ കുട്ടിക്ക് എന്താണ് വേണ്ടത്ര ധാരണയും പക്വതയും ഒന്നും വന്നിട്ടില്ലെങ്കിലാണ് ആ കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമാകുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികളും ചെയ്യുന്ന കുറ്റകൃത്യം കുറ്റകരമാകുന്നില്ല എന്ന് പഠിക്കരുത്. അവിടെ എന്താണ്, ആ കുട്ടിക്ക് എന്തെങ്കിലും, അതായത് ഈ ചെയ്ത കുറ്റത്തെക്കുറിച്ചുള്ള ധാരണയും പക്വതയൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ആ കുട്ടി കുറ്റക്കാരനാകാതിരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. എട്ടാമത്തെ ചോദ്യം നോക്കാം. 9 വയസ്സുള്ള കുട്ടിക്ക് തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങൾ മനസ്സിലാകുന്നുവെങ്കിൽ ഓപ്ഷൻ എ കുറ്റമല്ല, ഭാഗിക കുറ്റം. സി കുറ്റകരമാകാം. ഡി മുന്നറിയിപ്പ് മാത്രം. ഏതാണ്? ഓപ്ഷൻ സി കുറ്റകരമാകാം എന്നാണല്ലേ വരിക. കാരണം നമ്മൾ പറഞ്ഞു 7 മുതൽ 12 വയസ്സ് വരെയുള്ളത് എന്താണ് നമ്മൾ പഠിച്ചത്? ഇതിന് 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവവും അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനും വേണ്ടത്ര ധാരണയും പക്വതയും ഒന്നും വന്നിട്ടില്ലെങ്കിൽ ആ കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമാകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ചോദ്യം എന്തായിരിക്കുന്നു? 9 വയസ്സുള്ള കുട്ടി തന്നെ. അപ്പം നമ്മുടെ ഈ കാറ്റഗറിയിൽ വരുന്ന ഇതാണ്, കുട്ടി തന്നെയാണ്. പക്ഷേ പ്രവൃത്തിയുടെ ഫലങ്ങൾ മനസ്സിലാകുന്നുണ്ട് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക്. ഇതിൻ്റെ അനന്തരഫലങ്ങളും കാര്യങ്ങളൊക്കെ ധാരണയൊക്കെ ഉണ്ട്, ഇതിനുള്ള പക്വതയൊക്കെ ഉണ്ട് എങ്കിൽ ആ കുട്ടി ചെയ്ത കുറ്റകൃത്യം കുറ്റമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം, ഒരാൾ തൻ്റെ അറിവില്ലാതെ ലഹരി നൽകി ചെയ്ത പ്രവൃത്തി എന്താണ്? ഒരാൾ തൻ്റെ അറിവില്ലാതെ ലഹരി നൽകി ചെയ്ത പ്രവൃത്തി പൂർണ്ണ കുറ്റം, സിവിൽ കുറ്റം, ക്രിമിനൽ കുറ്റമല്ല, ജാമ്യമില്ല. ഏതാണ്? ഓപ്ഷൻ സി ക്രിമിനൽ കുറ്റമല്ല എന്നാണ് അല്ലേ?
നിയമവിരുദ്ധമാണല്ലേ ഈ പ്രോസസ്സ്, നിയമവിരുദ്ധമാണെങ്കിലും അവിടെ എന്താണ് കുറ്റകരമാകുന്നില്ല എന്നാണ് പഠിക്കേണ്ടത് അല്ലേ. അതേതാണ് സെക്ഷൻ 23. സെക്ഷൻ 23 സെക്ഷൻ 23 എന്താണ് പറയുന്നത്? ഒരു വ്യക്തിയുടെ അറിവോ അല്ലെങ്കിൽ സമ്മതമോ ഇല്ലാതെ അതുപോലെ തന്നെ ബലം പ്രയോഗിച്ചൊക്കെ എന്താണ് ലഹരി കൊടുത്തിട്ട് ലഹരി വസ്തുവിന്റെ ഉപയോഗം കാരണം ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി നിയമവിരുദ്ധമാണെങ്കിലും എന്താണ് കുറ്റകരമാകുന്നതല്ല. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കണം സെക്ഷൻ 23. പിന്നെ ഒരു ഇതുകൂടി പഠിച്ചു വെക്കണം. അതിനൊപ്പം എന്താണ് ആ ലഹരി നൽകിയത് അയാളുടെ അറിവും അതുപോലെ തന്നെ അറിവ് കൂടാതെയോ ഇച്ഛാശക്തിക്കെതിരെയോ ആയിട്ട് ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. എന്നാൽ മാത്രമാണ് അത് കുറ്റകരമല്ലാതെ ആകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. ഏകാന്ത തടവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS 2023 വകുപ്പ് ഏതാണ്? ഏകാന്ത തടവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS 2023 വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 11 ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട സെക്ഷൻസ് ഒന്നും കൂടി നോക്കാം. ഏതാണ് ഫസ്റ്റ് പഠിച്ചത്? സെക്ഷൻ 14 നമ്മൾ പഠിച്ചു അല്ലേ? സെക്ഷൻ 14 നമ്മൾ പഠിച്ചു. എന്തായിരുന്നു സെക്ഷൻ 14 എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? അതായത് ഒരു വ്യക്തി നിയമപ്രകാരം ബന്ധിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അബദ്ധവശാൽ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല എന്ന് നമ്മൾ പഠിച്ചു, സെക്ഷൻ 14. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് ഏതാണ്? പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് സെക്ഷൻ 19 ആണ്. സെക്ഷൻ 19 പഠിച്ചു. സെക്ഷൻ 19 എന്താണ്? വലിയ ഒരു അപകടം തടയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുറ്റം നമ്മൾ ചെയ്യുക അല്ലേ, അത് ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല എന്നാണ് പഠിച്ചത്. സെക്ഷൻ 19 പഠിച്ചു. പിന്നെ സെക്ഷൻ 20 പഠിച്ചു. സെക്ഷൻ 20 എന്താണ്? സെക്ഷൻ 20 എന്ന് പറയുന്നത് 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്തതൊന്നും കുറ്റകരമല്ല. ഓക്കെ അല്ലേ? പിന്നെ സെക്ഷൻ 21 പഠിച്ചു. എന്താണ്? 7 മുതൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന ആ കുട്ടിക്ക് ആ കുറ്റത്തിന്റെ ദോഷഫലങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ ആ കുട്ടി ചെയ്യുന്നത് കുറ്റകരമല്ല എന്നും അതും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? സെക്ഷൻ 23 പഠിച്ചു. സെക്ഷൻ 23 എന്താണ്? ഒരു വ്യക്തിന്റെ അറിവോ അതുപോലെ തന്നെ സമ്മതമില്ലാതെ ലഹരിയൊക്കെ കൊടുത്തിട്ട് ആ വ്യക്തി ചെയ്യുന്ന കുറ്റം കുറ്റകരമാകുന്നില്ല. ഓക്കെ, അറിവ് കൂടാതെ ആകണമെന്ന് ലഹരി കൊടുക്കുന്നത് നിർബന്ധമാണ് കേട്ടോ, എന്നാൽ മാത്രമാണ് അത് കുറ്റകരമല്ലാതെ ആവുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട സെക്ഷൻസ്. ഏതൊക്കെയാണ്? സെക്ഷൻസ് 14, 19, 20, 21, 23. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പഠിച്ച ടോപ്പിക്കാണ്. അതായത് ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു സെക്ഷൻ 2(3) എന്തിൻ്റെ നിർവചനമാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയും. സെക്ഷൻ 2(3) എന്തിൻ്റെ നിർവചനമാണ്, എന്തിനെ കുറിച്ചാണ് നിർവചിച്ചിരിക്കുന്നത്. സെക്ഷൻ 2(3 ഓക്കെ അല്ലേ? അതുപോലെ തന്നെ സെക്ഷൻ 4 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? BNS 2023 സെക്ഷൻ 4 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഈ 2 ചോദ്യങ്ങൾക്കും, ഇത് 1ാമത്തെ ചോദ്യം, ഇത് 2ാമത്തെ ചോദ്യം, ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.